വിഷ്ണു, ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സ്വീകരിക്കുന്നില്ല. നിലവിലൊരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലും. എന്നാൽ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ കുറേ കൂടി ഒരു മൊമെൻറ്റവും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. എന്തൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപ്ഡേറ്റുകൾ? നിഖിൽ പറഞ്ഞത് ശരിയാണ്. ഏതായാലും നിഫ്റ്റി 50 നോക്കുമ്പോൾ നമുക്ക് കൃത്യമായൊരു ഡയറക്ഷൻ ഈ ഒരു മണിക്കൂറിൽ പറയാൻ സാധിക്കുന്നില്ല. ആകെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടം മാത്രമേ നിഫ്റ്റി 50 ഇപ്പോൾ രേഖപ്പെടുന്നുള്ളൂ. നിഫ്റ്റി 50 നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് 25,882 എന്നൊരു നിലയിൽ 0.03% ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് തുടരുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 58,428 എന്നൊരു നിലയിൽ 153 പോയിന്റിൻ്റെ നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 0.3% ഒരു നേട്ടമാണ് ബാങ്ക് നിഫ്റ്റി ഈ മണിക്കൂറിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. NSEയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു നേരിയ ഒരു മുൻതൂക്കം നമുക്ക് ബുൾസിനുണ്ടെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നമ്പേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. 2,825 ഓഹരികളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. അതിൽ 1,658 ഓഹരികൾ ഈ മണിക്കൂറിൽ നേട്ടം രേഖപ്പെടുന്നുണ്ട്. 1,072 ഓഹരികളിലാണ് ഇടിവ് കാണാൻ സാധിക്കുന്നത്. 95 ഓഹരികൾ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 52 വീക്ക് ഹൈ നോക്കുമ്പോൾ 54 ഓഹരികൾ, 52 വീക്ക് ലോയിൽ 44 ഓഹരികൾ, അപ്പർ സർക്യൂട്ടിൽ 51 ഓഹരികൾ, ലോവർ സർക്യൂട്ടിൽ 31 ഓഹരികൾ എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ NSEയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ഡിക്ലറേഷൻ കൂടി നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്ന് 23 ഓഹരികളിലാണ് ഇപ്പോൾ നേട്ടം കാണുന്നത്. 27 ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നിലയിലുമാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്നത്തെ നേട്ടം രേഖപ്പെടുത്തുന്ന ഓഹരികളിലോട്ട് പോകുമ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുന്നേറ്റം കാണുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. 3.04% ഒരു നേട്ടം ഏഷ്യൻ പെയിൻറ്റ്സിൽ കാണുന്നുണ്ട്. കൂടാതെ ടാറ്റ സ്റ്റീൽ 1.63% നേട്ടം രേഖപ്പെടുന്നുണ്ട്. ഇൻഡിഗോയിൽ ഇന്ന് 1% മുകളിലേക്ക് ഒരു നേട്ടമാണ്. കൂടാതെ ICICI ബാങ്ക്, ഹിൻഡൽകോ, ബജാജ് ഫിൻസർവ് എന്നീ ഓഹരികളിലാണ് 1% മുകളിലേക്ക് നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് ടാറ്റ മോട്ടോഴ്സ് കൺസ്യൂമർ വെഹിക്കിൾസ് ഇന്നലെ ഒരു ഓഹരി ഇത് ലിസ്റ്റിംഗിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇന്നും ഒരു 2.56% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ONGC 1.6% ഇടിവിലാണ്. കൂടാതെ എറ്റേണലും 1% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. ശ്രീറാം ഫൈനാൻസ്, ഇൻഫോസിസ്, SBI ലൈഫ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികളിലുമാണ് ഇന്ന് ഇടിവ് നമുക്ക് നിഫ്റ്റി 50 ഓഹരികളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നത്തെ ഒരു പ്രകടനത്തിൽ 8 ഓഹരികളിലാണ് നേട്ടമുള്ളത്. 4 ഓഹരികൾ ഇടിവ് എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഇൻഡസൻ ബാങ്കിൽ 1.94% നേട്ടം, ICICI ബാങ്ക് 1.28% നേട്ടവും രേഖപ്പെടുത്തുന്നു. കൂടാതെ കാനറ ബാങ്ക്, AU ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ഓഹരികളും നേട്ടത്തിലാണ് ട്രേഡിംഗ് തുടരുന്നത്. എന്നാൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരിയായി മാറിയിരിക്കുന്ന ഒന്ന് കോട്ടക് ബാങ്കാണ്. 0.72% ഇടിവ് കോട്ടക് ബാങ്കിലുണ്ട്. ഫെഡറൽ ബാങ്കിൽ 0.7% ഇടിവ്, HDFC ബാങ്കിൽ 0.58% ഇടിവ് എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പെർഫോമൻസുകളും സെക്ടർ വൈസ് പെർഫോമൻസുകളും നമുക്ക് നോക്കാം. ബ്രോഡർ മാർക്കറ്റ് ഈ ഒരു മണിക്കൂറിൽ നോക്കുമ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് നോട്ടിലോട്ട് മാറിയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് നേട്ടമാണ് രേഖപ്പെടുന്നത്. 0.2%-യൊക്കെ നേട്ടം നമുക്ക് മിഡ് ക്യാപ്പിലും കാണുന്നുണ്ട്. സ്മോൾ ക്യാപ്പും സമാനമായി തന്നെ അത്തരത്തിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. നിഫ്റ്റി നെക്സ്റ്റ് 50 നേട്ടം രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി 100 നേട്ടം രേഖപ്പെടുത്തുന്നു. കൂടാതെ മിഡ് ക്യാപ്പ് സെലക്ട്, ലാർജ് മിഡ് ക്യാപ്പ് തുടങ്ങിയ സെക്ടറുകൾ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ നേട്ടം രേഖപ്പെടുത്തുന്നു. സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഇന്ന് മെറ്റലിലും റിയൽറ്റിയിലും 1% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കൂടാതെ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ്, മീഡിയ, PSU ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇല്ല, ഇത്തരം സൂചികകളിലൊക്കെ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് ഇടിവ് രേഖപ്പെടുന്നുണ്ട്. കൂടാതെ ഓട്ടോ, IT, FMCG, എനർജി എന്നീ സൂചികയിലൊക്കെയാണ് നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഏറ്റവും നേട്ടം രേഖപ്പെടുത്തുന്ന മെറ്റലിലോട്ട് വരുമ്പോൾ ഹിൻസിംഗ് തുടങ്ങിയ ഓഹരികളിലൊക്കെ നമുക്ക് നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ JSL, വെൽകോപ്പ്, ടാറ്റ സ്റ്റീൽ, ഹിൻകോപ്പർ തുടങ്ങിയ ഓഹരികളിലൊക്കെ ഇന്ന് മുന്നേറ്റം കാണുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ന്യൂസുകളിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ആദ്യം ഷെയർ ചെയ്യാനുള്ളത് ഒരു ബ്രോക്കറേജ് കോളാണ്. നിലവിൽ ഏതായാലും ഹൊനാസ കൺസ്യൂമറിനെ സംബന്ധിച്ച് ഒരു മികച്ച പാദഫലം ലഭ്യമായിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ ഒരു ലോസിൽ നിന്ന് 18 കോടി ലോസിൽ നിന്ന് ഇത്തവണ 39.2 കോടി എന്നൊരു പ്രോഫിറ്റിലോട്ട് മാറാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു. റവന്യൂവിലും 16.5% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും ജെഫ്രീസിൻ്റെ ഒരു ബ്രോക്കറേജ് കോളിൽ ഇപ്പോൾ കമ്പനിക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 50% മുകളിലേക്കുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ജെഫ്രീസ് ഹൊനാസയ്ക്ക് നൽകുന്നത്. നിലവിൽ 450 എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 400 എന്നൊരു പ്രൈസിൽ നിന്നാണ് ഇപ്പോൾ 450 എന്നൊരു പ്രൈസിലോട്ട് മാറ്റിയിരിക്കുന്നത്. ഏതായാലും സെക്കൻഡ് ക്വാർട്ടർ വന്നപ്പോഴത്തേക്കും ഒരു ടേൺ അറൗണ്ട് നടത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് നൽകുന്നത്. ഗ്രോത്ത് ട്രജക്ടറി ഒക്കെ നോക്കുമ്പോൾ ഒരു മികച്ച രീതിയിൽ കമ്പനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. ബ്രാൻഡ്
ബ്രാൻഡ്സിലൊക്കെ കമ്പനിയുടെ ബ്രാൻഡ്സിലൊക്കെ മികച്ച ഒരു ടേൺ അറൗണ്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം കമ്പനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ജെഫ്രീസ് ഹൊനാസയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും നിഖിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി 50 നമുക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ മനസ്സിലായില്ലെങ്കിൽ കൂടി സെക്ടർ വൈസ് അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ ഒരു പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്.